നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഡെലിവറി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മുടെ കസ്റ്റമർ രാവിലെ തന്നെ നമ്മുടെ വാഹനം സ്വന്തമാക്കാനായിട്ട് കോട്ടയത്ത് നമ്മുടെ ചെത്തിമറ്റം കാസിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമ്മുടെ വാഹനത്തിന്റെ ക്വാളിറ്റിയെ പറ്റി. സാറേ, എങ്ങനെയുണ്ട് നമ്മുടെ വാഹനം? നല്ല വണ്ടിയാണ്. എല്ലാം കൊണ്ടും വളരെ വൃത്തിയും കൂടുതൽ തേയ്മാനങ്ങളും വണ്ടിക്ക് കൂടുതൽ മറ്റു കാര്യങ്ങളും ഇല്ലാത്തൊരു വണ്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും വളരെ ഐശ്വര്യമാണ്. വളരെ കിലോമീറ്ററുകൾ വളരെ കുറച്ച് ഓടിയിട്ടുള്ളൊരു വണ്ടി. പിന്നെ അത് കൂടാതെ ഒരു സിംഗിൾ ഓണർഷിപ്പ് ഉള്ളൊരു വണ്ടി. അപ്പോൾ എല്ലാം കൊണ്ടും വണ്ടി ഏകദേശം നമ്മളൊരു പുതിയ വണ്ടി എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. പുതിയ വണ്ടി നമ്മളൊരു ഷോറൂമിൽ പോയി എടുക്കുന്ന അതേപോലുള്ള ഒരു രീതിയിലുള്ള വണ്ടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഭാഗ്യമായിരിക്കാം, മറിച്ച് ഈ സ്ഥാപനം നടത്തുന്നവരുടെയും പ്രത്യേക ഭാഗ്യം കൊണ്ടായിരിക്കണം ഇങ്ങനൊരു വണ്ടി ലഭിക്കുവാൻ കഴിഞ്ഞത്. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാറിന്റെ പേരും കാര്യങ്ങളൊക്കെ? എൻ്റെ പേര് വേദവ്യാസൻ. ഞാനൊരു അസ്ട്രോളജറാണ്. കൂടാതെ അത്യാവശ്യം പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യം ഒരു ക്ഷേത്രമൊക്കെ ഉള്ളതാണ്. കുടുംബക്ഷേത്രം തന്നെയാണ്. അത് ക്ഷേത്രമായിട്ട് തന്നെ കുടികൊള്ളുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു എനിക്ക് ജോലി. ഗുരുവായൂരപ്പൻ്റെ ഒരു ദാസനായിരുന്നു, ഗുരുവായൂരപ്പൻ്റെ ഒരു ജീവനക്കാരനായിരുന്നു. അതിലുപരി ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തൻ എന്നുള്ളതും കൂടിയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കുവാൻ കാരണക്കാരനിൽ ഒരാൾ എൻ്റെ ഭഗവാനാണ്, എൻ്റെ ഗുരുവായൂരപ്പനാണ്, എൻ്റെ ഭഗവതിയാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ പിതൃക്കളാണ്, എൻ്റെ അച്ഛനും അമ്മയാണ്. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മൺമറഞ്ഞു പോയ എല്ലാവരുടെയും ഭാഗ്യവും പ്രാർത്ഥനയും കൂടി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഉത്തരവാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കുവാനും. എനിക്ക് നല്ലൊരു വാഹനം, ഉപയോഗിച്ച വാഹനമാണെങ്കിൽ ഒരു പുതിയ വാഹനം പോലെ ഒരു വാഹനമാണ് എനിക്ക് ഈശ്വര ചൈതന്യവും ഈശ്വര അനുഗ്രഹം കൊണ്ടും എൻ്റെ പിതൃക്കളുടെ എല്ലാവരുടെ അനുഗ്രഹം കൊണ്ടും ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ സ്ഥാപനം നടത്തുന്ന അക്ഷയ്, പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, നിത്യം എന്നെ വിളിക്കുമായിരുന്നു. ഞങ്ങളെ ഒരാഴ്ച കൊണ്ടാണ് ഈ സംവിധാനമൊക്കെ സെറ്റ് ചെയ്തത്. നല്ല പെരുമാറ്റം, നല്ല സത്യസന്ധത കൂടുതലായി പുലർത്തുന്ന ഒരു സ്ഥാപനവും സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരും കൂടിയാണ്. അതാണ് നമുക്ക് കൂടുതൽ ഇവിടെ വന്ന് ഈ വാഹനം വാങ്ങിക്കുവാൻ താല്പര്യം ഉണ്ടായത്. എന്തായാലും സാർ, ഈ ഒരു ബന്ധം എന്നും നിലനിൽക്കട്ടെ. ഒരുപാട് സന്തോഷം. ഇനിയും എൻ്റെ വരുന്ന ഒരുപാട് അത്യാവശ്യ ആൾക്കാരുണ്ട്. ഞാൻ അവരെയൊക്കെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വിടുന്നതാണ്. പിന്നെ അവരൊന്ന് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അതുപോലെ സാറിന്റെ വൈഫാണ്. ചേച്ചി, എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റി? ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അക്ഷയുടെ പെരുമാറ്റമാണ് അതിനേക്കാളൊക്കെ കൂടുതലായിട്ടും നമ്മളെ ആകർഷിച്ചത്. പിന്നെ വലിയ തേയ്മാനം ഇല്ലാത്തൊരു വണ്ടി, അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ക്വാളിറ്റി ഉള്ളൊരു വണ്ടി. ഒരാൾ സിംഗിൾ ഓണർഷിപ്പാണ്. അതൊക്കെയാണ് നമ്മൾ നോക്കിയത്. വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും. ചേച്ചി ഹാപ്പി ആണല്ലോ? ഓക്കെ. ചേട്ടാ, എങ്ങനെയുണ്ട്? സാറിന്റെ വിശ്വസ്തനാണ്. എങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റി? വണ്ടി വർക്ക്ഷോപ്പൊക്കെ നടത്തുന്ന ഒരാളാണ്, മെക്കാനിസ്റ്റ് ആണ്. അത്യാവശ്യം ഇതിനൊക്കെ നല്ലൊരു പ്രാവീണ്യമുള്ള ആളാണ്. എങ്ങനെയുണ്ട്? പല വണ്ടി പല ആൾക്കാരും എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും നല്ല വണ്ടി ഞാൻ ആദ്യമായിട്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം. അപ്പം ഈ ബന്ധം എന്നും നിലനിൽക്കട്ടെ. തീർച്ചയായിട്ടും. നമുക്ക് അപ്പം നിങ്ങളുടെ ഏവരുടെയും സ്ഥാനത്തിൽ നമ്മുടെ വേദവ്യാസൻ സാറിന് നമ്മുടെ വാഹനം കൈമാറാം. എല്ലാരും പിടിച്ചോളൂ.